അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 പേർ മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞും 52 വയസ്സുള്ള വീട്ടമ്മയുമാണ് മരിച്ചത്. വിവരങ്ങളുമായി എം രാകേഷ് കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. രാകേഷ്, വലിയൊരു സങ്കടകരമായ വാർത്തയാണ് രാവിലെ കേൾക്കുന്നത്. ഈ രോഗം ബാധിച്ച് ചികിത്സയിലുള്ള 3 മാസം പ്രായമുള്ള കുഞ്ഞും 52 വയസ്സുള്ള വീട്ടമ്മയുമാണ് മരിച്ചത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപിക, പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ആശങ്ക എന്നുള്ള തരത്തിലേക്ക് നമുക്ക് പറയാനാവില്ല. കാരണം കുറച്ച് ദിവസങ്ങളായി തന്നെ ഇവർ എല്ലാം തന്നെ ചികിത്സയിൽ തുടരുകയാണ്. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലുള്ള കുറച്ച് രോഗികൾ കൂടെ ഇപ്പോഴും അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട ചികിത്സയിൽ തുടരുന്നുണ്ട്. ഇപ്പോൾ മലപ്പുറം കാപ്പിൽ സ്വദേശിയായ 52 വയസ്സുകാരിയാണ് മരിച്ചിട്ടുള്ളത്. മെഡിക്കൽ കോളേജിലേക്ക് 5-ാം തീയതിയാണ് ഇവരെ പ്രവേശിപ്പിക്കുന്നത്. ഇന്നലെയാണ് മരണം സ്ഥിരീകരിച്ചത്. ഇവർക്ക് രോഗം ബാധിച്ച് ഏകദേശം 1.5 മാസക്കാലമായി ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുകൂടാതെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ ഉണ്ടായിരുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചിട്ടുള്ളത്. കോഴിക്കോട് ഓമശ്ശേരി സ്വദേശിയായ ആളുടെ കുഞ്ഞാണ് മരിച്ചിട്ടുള്ളത്. 28 ദിവസമായി ഈ കുഞ്ഞും ചികിത്സയിൽ തുടരുകയായിരുന്നു. നിലവിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലുള്ളവർ ചികിത്സയിൽ തുടരുന്നുണ്ട്. അതേസമയം തന്നെ നേരത്തെ തന്നെ കുളത്തിൽ നിന്ന് ബാധിച്ച ആളുകളുണ്ട്. നേരത്തെ ഓമശ്ശേരിയിൽ നിന്ന് മറ്റൊരു സ്വദേശിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു. ഇവിടെയുള്ള ജലാശയങ്ങളും ഒപ്പം തന്നെ കുടിവെള്ള സ്രോതസ്സുകൾ ഉൾപ്പെടെ എല്ലാം തന്നെ ശുചീകരിക്കുന്ന നടപടികളിലേക്ക് പോയിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയ തരത്തിലുള്ള ജനകീയ ക്യാമ്പയിനിലൂടെ മുഴുവൻ സംസ്ഥാനത്തെ ടാങ്കുകളും മറ്റും ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളും നടത്താൻ സംസ്ഥാന സർക്കാർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ തന്നെ രോഗം ബാധിച്ച പല ആളുകളുമാണ് ഇപ്പോഴും ചികിത്സയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മരണസംഖ്യ കേൾക്കുമ്പോൾ നമ്മൾ അത്രമാത്രം ഭീതിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് തോന്നുന്നത്. ഗോപിക.